കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിന് സാമ്പത്തികമായിട്ടും ജീവിതോന്നമനത്തിനും അവരനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും എന്തെല്ലാം വ്രതങ്ങളുമാണ് ആചരിക്കേണ്ടതെന്ന് നോക്കാം. കുജൻ അതായത് ചൊവ്വ, വ്യാഴം, ബുധൻ ദശാകാലങ്ങളിൽ ദോഷപരിഹാരത്തിനായിട്ട് ഇവർ കർമ്മങ്ങൾ ചെയ്യണം. സൂര്യനെയും ശിവനെയും പൂജിക്കുന്നത് നല്ലതാണ്. കാർത്തിക നക്ഷത്രം, ഉത്രം, ഉത്രാടം ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ സൂര്യ നമസ്കാരം ചെയ്യുക, ക്ഷേത്ര ദർശനം, ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക, ഇതെല്ലാം മുടങ്ങാതെ ചെയ്യുന്ന നല്ലതാണ്. കാർത്തികയും ഞായറാഴ്ചയും, അതായത് ഞായറാഴ്ചയാണെങ്കിൽ അന്ന് കാർത്തിക ദിവസമാണെങ്കിൽ അങ്ങനെ രണ്ടും കൂടെ ഒത്തുവരുന്ന ഒരു ദിവസത്തിൽ ആണെങ്കിൽ നിങ്ങൾ വിശേഷ പൂജകള്, ഞായറാഴ്ച വ്രതം, ആദിത്യവ്രതം, അതായത് ഞായറാഴ്ച നോൽക്കുന്നത് ആദിത്യവ്രതമാണ്. ആദിത്യവ്രതം നോറ്റ് ഭജനകളൊക്കെ നടത്തുന്നത് നല്ലതാണ്. ദിവസവും രാവിലെ ആദിത്യ നമസ്കാരം സൂര്യൻ ഉദിച്ച് 15 മിനിറ്റിന് ഉള്ളില്, സൂര്യൻ ഉദിച്ചാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ ആദിത്യ നമസ്കാരം, സൂര്യനെ നോക്കി നിന്ന് ആദിത്യ നമസ്കാരം ജപിക്കുന്നത് നല്ലതാണ്. ചുവപ്പ്, കാപ്പി ഈ 2 നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും, കാർത്തികയുടെ ആദ്യത്തെ ഒരു നാഴിക മേടത്തിലും അടുത്ത ഇത് ഇടവത്തിലാണ് വരുന്നത് എങ്കിലും രണ്ട് കൂറിലും വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക നക്ഷത്രക്കാർ ഈ പറഞ്ഞ ഇതെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യേണ്ടതാണ്. അവർക്ക് കൂടുതൽ സാമ്പത്തിക ഉന്നമനത്തിനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഒപ്പം തന്നെ ഈ ആദിത്യ നമസ്കാരം ജപിക്കാൻ അറിയാത്തവർക്ക് ആദിത്യ നമസ്കാരം വാങ്ങിക്കാൻ കിട്ടും, ബുക്ക് വാങ്ങിച്ച് അത് എല്ലാ ദിവസവും രാവിലെയും ഞായറാഴ്ച ദിവസവും നിർബന്ധമായി ജപിക്കുന്നത് കാർത്തിക നക്ഷത്രത്തിന് കൂടുതൽ ഉന്നമനത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും നല്ലതാണ്.